ആദ്യം നിർഭയ, ഇപ്പോൾ അഭയ. അതിക്രൂര ബലാത്സംഗത്തിന് ഇരയായി കൊല്ലപ്പെടുന്ന പെൺകുട്ടികൾക്ക് പുതിയ പേരുകൾ നൽകുന്നുണ്ട് രാജ്യം. ഉയിർപോയ ജീവനുകളോടുള്ള കരുതൽ, ജീവിച്ചിരിക്കുമ്പോൾ ലഭിക്കാത്ത കരുതൽ. നിർഭയ സംഭവിക്കുന്നത് 2012 ഇപ്പോൾ കാലം 2024 എത്തി നിൽക്കുമ്പോഴും മാറ്റമില്ലാതെ ക്രൂരത തുടർക്കഥയാകുന്നു. സ്വകാര്യ ഭാഗത്ത് ഇരുമ്പുതണ്ട് കുത്തിയിറക്കി ആനന്ദിച്ച പ്രതികളുടെ ക്രൂരത കേട്ട് രാജ്യം അന്ന് ഞെട്ടി. ഇടുപ്പെല്ലുകൾ തകർന്ന് 2 കണ്ണുകളിലും കണ്ണടച്ചുളികൾ തറച്ച ചോരവാർന്നാണ് അഭയയുടെ മരണം. നിർഭയയ്ക്ക് ശേഷം JS വർമ്മ റിപ്പോർട്ട്. ബലാത്സംഗത്തിന്റെ നിർവചനം ഉയർത്തിക്കൊണ്ടുള്ള പരിഷ്കാരം. 2024 എത്തി നിൽക്കുമ്പോഴും കാര്യങ്ങൾക്ക് മാറ്റമില്ല. പക്ഷേ 78ാം സ്വാതന്ത്ര്യദിന രാത്രിയിൽ അഭയയ്ക്ക് നീതി തേടി ആയിരങ്ങൾ തെരുവിലിറങ്ങിയപ്പോൾ 2012 ഡൽഹി തെരുവുകളുടെ ആവർത്തനം. മകൾ സ്വർണ്ണ മെഡലുമായി വരുന്നത് കാത്തിരുന്ന ആ അച്ഛനും അമ്മയ്ക്കുമൊപ്പമാണ് രാജ്യം. നീതി എത്ര അകലെ എന്നതാണ് നമ്മുടെ ചോദ്യം. ചർച്ചയിൽ ഡോക്ടർ സുൽഫി നൂഡ് IMAയുടെ കേന്ദ്ര കമ്മിറ്റി അംഗമാണ്. ഡോക്ടർ സ്വാലി ഷംസുദ്ദീൻ RGKR മെഡിക്കൽ കോളേജിൽ നിന്നുള്ള പ്രതിനിധിയാണ്. ഡോക്ടർ ഉണ്ണി ആർ പിള്ള മെഡിക്കൽ PG അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റാണ്. ഡോക്ടർ നാദിയ അഞ്ചൽ സെയിന്റ് ജോസഫ്സ് മിഷൻ ഹോസ്പിറ്റലിലെ പ്രതിനിധിയാണ്. ജയപ്രകാശ് മജുംദാറിനെയും പ്രതീക്ഷിക്കുന്നു, തൃണമൂൽ കോൺഗ്രസിന്റെ ബംഗാൾ വൈസ് പ്രസിഡന്റ്. ആദ്യം ഞങ്ങളുടെ പ്രതിനിധി ആദിലിലേക്ക് പോവുകയാണ്. ആദിൽ, കഴിഞ്ഞ 2-3 ദിവസമായി ആദിൽ കൊൽക്കത്തയിലാണുള്ളത്. ഇന്നിപ്പോൾ രാജ്യമാകെ പ്രതിഷേധത്തിലാണ്. മെഡിക്കൽ വിദ്യാർത്ഥിയുടെ നീതിക്ക് വേണ്ടിയുള്ള രാജ്യത്താകെയുള്ള പ്രതിഷേധം. ഇന്നിപ്പോൾ പുതിയ ചില പ്രതികരണങ്ങൾ കൂടി, പെൺകുട്ടിയുടെ മാതാപിതാക്കളുടെ പ്രതികരണങ്ങൾ കൂടി ആദിൽ ലഭിച്ചിരിക്കുകയാണ്. ഈ പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോൾ കുടുംബത്തെ അറിയിച്ചില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നു. എന്താണ് അവർ പറഞ്ഞത്? ഗുരുതരമായ ആരോപണങ്ങളാണ് കുടുംബം ഉന്നയിച്ചിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ആശുപത്രിയിലെ ഡെപ്യൂട്ടി സൂപ്രണ്ട് മരണവിവരം വിളിച്ചറിയിക്കുമ്പോൾ ഇതൊരു ആത്മഹത്യയായിരുന്നു എന്നതാണ് മാതാപിതാക്കളെ അറിയിച്ചിരുന്നത്. ഒപ്പം പോസ്റ്റ്മോർട്ടം നടത്തുമ്പോൾ ബന്ധുക്കളുടെ സാന്നിധ്യത്തിലല്ല നടത്തിയത്. പോലീസ് ഉടനടി കേസെടുക്കാൻ തയ്യാറായില്ല. പോലീസിന്റെ കാൽക്കൽ വീണ ശേഷമാണ് ഇക്കാര്യത്തിലൊരു നടപടിയിലേക്ക് കൽക്കട്ട പോലീസ് പോയതെന്നതുൾപ്പെടെയുള്ള ഗുരുതരമായ ആരോപണങ്ങൾ കുടുംബം റിപ്പോർട്ടർ ടിവിയോട് പ്രതികരിച്ചിരിക്കുന്നു. ഞാനിപ്പോഴുള്ളത് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം. വലിയൊരാൾക്കൂട്ടം, വനിതകളുടെ വലിയൊരു സംഘം RGKR മെഡിക്കൽ കോളേജിന്റെ മുന്നിലേക്ക് സമരവുമായി എത്തിയിരിക്കുകയാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. വനിതകളാണ്, വിദ്യാർത്ഥികളുണ്ട്, വീട്ടമ്മമാരുണ്ട്, മറ്റ് തൊഴിൽ ചെയ്യുന്നവരുണ്ട്. വനിതകളാകെ ഈ RGKR മെഡിക്കൽ കോളേജിന്റെ സമീപത്തേക്ക് അവരുടെ ആവശ്യങ്ങൾ ഉന്നയിച്ച് എത്തുന്നതിന്റെ കാഴ്ചയാണ് ഇവിടെ ഉള്ളത്. നമ്മോടൊപ്പം ഒരു വനിതാ പ്രവർത്തകർ. मी स्वर्णाली फ्रॉम कोलकाता. एक्चुअली वी आर डिमांडिंग, हम लोग का डिमांड सिर्फ एक ही है कि जो लोग ये कांड किए हैं उन लोगों का शास्ति मिले. और एक जन किए नहीं है, इसके साथ बहुत जन जुड़े हुए हैं. एक्चुअली ये एक बहुत बड़ा रैकेट चल रहा है, तो उसी का दावी लेकर हम सामने आए हैं. क्योंकि ये जो सामने आप लोग देख रहे हो न्यूज में जो दिखाया जा रहा है वो सच नहीं है. इसके पीछे बहुत बड़ा सच छुपा है. तो उसी को सामने लाने के लिए यही हमारा सिर्फ दावी है कि जो लोग ये कांड घटाए हैं, ये ब्रूटली रेप एंड मर्डर किए हैं, वो लोग सामने आए. ഈ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വലിയൊരു സമരം നടത്തുകയാണ് വനിതകൾ എന്നുള്ളതാണ് നമുക്ക് ഈ ദൃശ്യങ്ങൾ, ഈ പിന്നിലുള്ള ദൃശ്യങ്ങളൊക്കെ കാണുമ്പോൾ മനസ്സിലാകും. വലിയ കൂട്ടം വിദ്യാർത്ഥിനികൾ, വീട്ടമ്മമാർ, വയോധികമാരടക്കമുള്ളവർ RGKR മെഡിക്കൽ കോളേജിന് മുന്നിലേക്ക് എത്തിയിരിക്കുന്നു. ഇവിടെ വലിയൊരു സമരം, ആയിരക്കണക്കിന് വനിതകൾ ഉൾപ്പെടുന്ന ഒരു സമരം ഇവിടെ നടക്കുകയാണ് എന്നുള്ളതാണ് ഈ ദൃശ്യങ്ങളിലൂടെ കാണുന്നത്. ഇതുപോലെ രാജ്യത്താകെ സമരം നടക്കുകയാണ്. പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങൾ അവശേഷിക്കുന്നുണ്ട്. ഇപ്പോഴും ഈ കൊല്ലപ്പെട്ട വനിതാ ഡോക്ടർക്ക് നീതി കിട്ടിയില്ല എന്നത് വ്യക്തവുമാണ്. ആദ്യം പിടികൂടിയ സിവിൽ പോലീസ് വാളണ്ടിയർ സഞ്ജയ് റോയ് എന്ന ഒറ്റൊരു പ്രതിയിൽ നിൽക്കുകയാണ് CBI സംഘവും. ഇന്ന് 2ാം തവണയും മുൻ പ്രിൻസിപ്പൽ സന്ദീപ് ഘോഷിനെ ചോദ്യം ചെയ്തെങ്കിലും പക്ഷേ ഒരു ഫലവും ഉണ്ടായില്ല. ഇപ്പോഴും കൃത്യമായൊരു ദിശയിലേക്ക് CBI അന്വേഷണവും എത്തിയിട്ടില്ല. സഹപാഠികൾ പറയുന്നുണ്ട്, ഒപ്പം മാതാപിതാക്കൾ പറയുന്നു. ല്ല സാഹചര്യ തെളിവുകൾ കാണുമ്പോൾ ഒപ്പം ആ ക്രൈം സീൻ കണ്ടവരെല്ലാം പറയുന്നുണ്ട് ഒരിക്കലും ഒറ്റൊരാൾ ചെയ്ത കൃത്യമല്ല എന്നത് വ്യക്തമാണ്. ആ നിലയ്ക്ക് എന്താകും ഇനി അന്വേഷണം എന്നുള്ളതാണ്. ആദ്യഘട്ടത്തിൽ തന്നെ വലിയ തോതിൽ ഈ അന്വേഷണം അട്ടിമറിക്കാനുള്ള ശ്രമങ്ങളുണ്ടായി. നമ്മൾ ഇന്ന് രാവിലെ പുറത്തുവിട്ട ദൃശ്യങ്ങൾ പ്രേക്ഷകർ തന്നെ കണ്ടിട്ടുണ്ടാകും. We want justice! We want justice! We want justice!
justice. We want 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 justice. തുടക്കം മുതൽ തന്നെ വലിയ അട്ടിമറികളുണ്ടായി. പ്രധാനമായും ഈ ക്രൈം സീൻ സീൽ ചെയ്യാൻ പോലീസ് തയ്യാറായില്ല. ക്രൈം സീനിന് തൊട്ടടുത്തുള്ള സ്ഥലങ്ങളിലേക്ക് നിർമ്മാണ തൊഴിലാളികളെ നിർബാധം കടക്കാൻ അനുവദിച്ചു. തെളിവ് നശിപ്പിക്കാനുള്ള സാധ്യതകൾ ഉണ്ടാക്കി. എന്നിങ്ങനെയുള്ള വലിയ അട്ടിമറികൾക്ക് സാധ്യതയും വഴിയും പോലീസ് തന്നെ തുറന്നിട്ടു എന്ന ആക്ഷേപമുണ്ട്. അതിനിടെയാണ് റിപ്പോർട്ടർ ടിവിയോട് മാതാപിതാക്കൾ തന്നെ ഈ ആരോപണങ്ങൾ ആവർത്തിക്കുകയും സ്ഥിരീകരിക്കുകയും ചെയ്യുന്നത്. ഏതായാലും വലിയ പ്രക്ഷോഭം. സർക്കാരിന് കണ്ണടച്ചിരിക്കാനാകില്ല, അന്വേഷണ ഏജൻസികൾക്ക് ഒന്നും ചെയ്യാതിരിക്കാനാകില്ല എന്നതിന്റെ കൃത്യമായ തെളിവും മുന്നറിയിപ്പുമാണ് ഈ കാണുന്ന മുദ്രാവാക്യങ്ങൾ. ഏതായാലും RG മെഡിക്കൽ കോളേജിന് മുന്നിൽ സമരം ശക്തമായി തന്നെ തുടരുകയാണ്. അതിശക്തമായ പ്രതിഷേധം RG മെഡിക്കൽ കോളേജിന് മുന്നിൽ മാത്രമല്ല, രാജ്യത്താകെ ആ പ്രതിഷേധം അലയടിക്കുകയാണ്. അതിൽ തുടരേണ്ടതുണ്ട്. അവിടെ നിന്നുള്ള പ്രതിഷേധത്തിന്റെ ദൃശ്യങ്ങളും പ്രതികരണങ്ങളും നമുക്ക് ഈ ചർച്ചയിലുടനീളം വേണ്ടതുണ്ട്. അത് ഒരു വശത്ത് പ്രേക്ഷകർ കണ്ടുകൊണ്ടേയിരിക്കട്ടെ. ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസിന്റെ ബംഗാൾ വൈസ് പ്രസിഡന്റ് ജയപ്രകാശ് മജുംദാർ നമ്മോടൊപ്പം ഈ ചർച്ചയിൽ ചേരുകയാണ്. ശ്രീ ജയപ്രകാശ് മജുംദാർ, can you hear me? Hello, sir. Hello. Can you yes, hear me, I can sir? hear you. Okay. I can hear you. Okay. The brutal rape and murder of a young doctor in Kolkata Medical College has triggered protests all over the nation, sir. Indian Medical Association today is observing 24-hour strike. Even people who are sympathetic to Mamata Banerjee and TMC are criticizing the government for not acting immediately against the culprits. How do you defend the police action, sir? No, it is absolutely nonsense that government didn't take action. The Chief Minister, within 24 hours of the event coming to the light, the Chief Minister herself has announced that she wants the ultimate death penalty for the perpetrator of this heinous crime. She wanted within 7 days the whole investigation to be completed. But the police acted slowly, sir. The police acted slowly. Along with this, some steps the government took also raise suspicion. Who said so? Police. No, listen. Please let me complete, sir. Let me complete. Okay. First, who said police acted slowly? 36 hours. Within 36 hours, police arrested the person responsible for this heinous crime. No one can say. And after the matter went to CBI, what CBI has done? For last 48 hours, police, whatever police did, and they are following up those leads only. So, West Bengal or Calcutta police has done exemplary work, very useful work. Now it is up to CBI. And the Chief Minister said if there is CBI investigation, the state will not oppose on the first day. And now the CBI is investigating, and we are waiting. We have demanded yesterday that CBI has to complete the investigation within Okay, let me ask the second question, sir. Let me ask the second question, sir. The police acted slowly. Along with this, some steps the government took also raise suspicion. Principal Sandeep Ghosh resigned from his post on Monday, but he was soon appointed to head Calcutta National Medical College and Hospital. Why did the government reappointed him with such urgency? No, that did not have anything to have with the investigation. It's a government protocol. Suppose there is one bureaucrat, IAS officer, IPS officer, the government norms has got that you have to, if you can shift him Even or shift her. the Calcutta High Court criticized Mamata Sarkar. No, Calcutta High Court criticized for some reasons. They even said the hospital should be closed. It's like if you have got some injury on your finger, Calcutta High Court is saying you have to cut off the hand. We are not supporting such observation. If you have your finger is injured, we have to The treat observation that. was from High Court, No one sir. can say that you have The to cut off observation the was hand. from High Court, Calcutta High Court.
High Court is what High Court said. Several occasions we have seen Calcutta High Court's verdict or orders or observations. They have been turned down by the Supreme Court. That is not the point. Point is, we want justice, we want hanging of the culprits, we want the investigation to be completed by another day. Whether CBI will complete it or not, that is our question. Our Chief Minister has said that whoever investigating, the local police or CBI, investigation has to be completed. Will CBI Okay, the CBI complete the CBI investigation says that and arrange for the death penalty for the Sir. perpetrator? That is our question. You also answer that question. Okay, Don't take other sir, side. the CBI says that they want to know why some urgent renovation works are being carried in the hospital. Allegation is that this is done to tamper the evidence. How do you react? No, that was done by the BJP and CPM goons. That night there was a call, peaceful rally. I am asking about the renovation, sir. Not about the attack. No, renovation. Look, if there is any bad motive, that will be the part of the investigation. That will be the part of the investigation. You have to find out who are responsible. We are asking for the completion of this investigation. And most importantly, I will take you to the High Court's one judgment, one order. High Court asked CBI to investigate, and then they have given 21 days to report their preliminary report. What? 21 days. After 21 days, High Court is saying CBI will come back and give us a preliminary report. Then when will be the final report? When will be the trial? When will the perpetrator will be punished? That means Calcutta High Court playing with the time. We object to it. We protest to such things. They are on one hand criticizing government of West Bengal. On the other hand, they are giving CBI 21 days to give only preliminary report. How do you see that? If you want to support, how do you see that? Shri Majumdar, protest is happening not just in Calcutta but all over the country. What do you think will be the political fallout of No, this? the crime is How the party is going to face this? No, it has happened in the Nirbhaya case, didn't it? But what about the Uttarakhand? Uttarakhand, the nurse was murdered by someone, raped and murdered. Why you are not taking up the issue? It's a very partial media trial by a politically motivated some people. Question is, if Central Crime Record Bureau's report has come out recently, you see Calcutta and West Bengal is much better off as far as crime records are concerned. How can you say the allegations are politically motivated? Even the court criticizes you. Political motivated, the way BJP is playing the game. Today, ABVP has made demonstration in Delhi in front of Banga Bhavan, you know. But Uttarakhand, the murder in Uttarakhand, double engine government, what about that? Don't you think that should be also come into the limelight? Are you supporting the murder in Uttarakhand and you are protesting murder in Calcutta? You are saying that High frankly. Court has not acted wisely, right? I am asking you a question. You have asked enough question. I am asking you that are you supporting murder in Uttarakhand No. and protesting the murder in Calcutta? No, Tell no. us frankly. No. Not Uttarakhand. High Court also acted not wisely. That is what No, you say. High Court acted not wisely. That is what you said. Are you protesting the murder in Uttarakhand? Murder of that nurse? Tell categorically. You are saying that High Court has not acted wisely, right? No. I am asking you another question. I will answer that.
I am asking you as a channel, are you condemning and protesting the Let us murder talk of about Uttarakhand? Calcutta murder, sir. Let us talk about Calcutta you murder. have to answer because the similarity is there. We Why are not you supporting any murder. Escaping? You are escaping this murder, rape and murder. We are in not Uttarakhand. supporting murder anywhere, sir. Then protest. You tell categorically. But the whole We nation is in equally protest. condemn. You equally condemn. First do that thing. Now Don't the be issue is in partial. Calcutta, right? Now the issue is in also Calcutta. issue. Oh, that The means you are whole- saying whole if nation the is in murder protest. is in Uttarakhand, if the murder is in Uttarakhand, that is not issue. You are trying to tell that. Now the issue You are is trying in to Calcutta, tell sir. you We are are talking trying to about tell Calcutta. your viewers, We are talking you about in Calcutta. You are in Kerala. You are saying if there is a rape and murder in Uttarakhand, that is not an issue. If it is done in Calcutta, that Now is you are only making issue. a political speech, sir. I can't answer. Of course, I am a political person. I am asking you this thing. You have to clear it up. Your channel has to own up. You are sitting in Kerala. You are saying Calcutta issue. Or at the same time, Uttarakhand, not rape and murder is not an issue. Protest is What kind happening of journalism? all over What India. kind of All over journalism is India, that? sir. You can see the Can you tell me visuals. what You can kind see of the visuals. journalism? I condemn your journalism. All over the country, sir. I condemn your journalism, ethics and practice. You cannot say the murder and rape and murder in Uttarakhand cannot be an issue. How can you say that? এখানে কিছুটা কথোপকথন চালিয়ে পরবর্তী কর্মসূচি ঘোষণা করব। Thank you. Thank you very much. Whether you like it or not, we will discuss about Calcutta murder. Thank you. ജയപ്രകാശ് മജുംദാറാണ് സംസാരിച്ചത്. തൃണമൂൽ കോൺഗ്രസിന്റെ ബംഗാൾ വൈസ് പ്രസിഡന്റ്. അദ്ദേഹം രോഷത്തോടെ പ്രതികരിക്കുന്നു. CBI അന്വേഷണം വേഗത്തിൽ നടത്തുക എന്നുള്ളതാണ്. പോലീസിന് വീഴ്ചയില്ല, മമതാ സർക്കാരിന് വീഴ്ചയില്ല. കൽക്കട്ട ഹൈക്കോടതിയെ കൂടി വിമർശിച്ചു. അദ്ദേഹം രണ്ടാമത് ആ ചോദ്യം ചോദിക്കുമ്പോൾ അദ്ദേഹം ആ ചോദ്യത്തിലേക്ക് വരുന്നില്ല, ആ ചോദ്യത്തിന് മറുപടി പറയുന്നില്ല. ഇതിപ്പോൾ രാജ്യം കാണുകയാണ്, കേരളം കാണുകയാണ്. ഇതാണ് ബംഗാൾ സർക്കാരിൻ്റെ പ്രതികരണം. നമുക്ക് വീണ്ടും അതിലേക്ക് തന്നെ പോകണം. അതിൽ ഇതാണ് ബംഗാൾ സർക്കാർ എടുക്കുന്ന നിലപാട്. രോഷത്തോടുകൂടിയുള്ള പ്രതികരണമാണ് ഇപ്പോൾ കണ്ടത്. പക്ഷേ രാജ്യമാകെ പ്രതിഷേധത്തിലാണ് ഇപ്പോൾ കൽക്കട്ടയിൽ മെഡിക്കൽ കോളേജിന് മുന്നിലും വലിയ പ്രതിഷേധം ഉയരുന്നു. ആളുകളുടെ പ്രതികരണം വരുന്നു. ഇത് ഒരാളുടെ പ്രവൃത്തിയല്ല, ഒരു ക്രിമിനലിന്റെ പ്രവൃത്തിയല്ല, കൂട്ട ബലാത്സംഗമാണ് എന്ന ആരോപണം അതിശക്തമായി തന്നെ ഉയരുന്നുണ്ട്. പക്ഷേ സഞ്ജയ് റോയ് എന്ന ഒറ്റ പ്രതിയിൽ നിൽക്കുകയാണ് അന്വേഷണം. അതിനപ്പുറത്തേക്ക് കടക്കാൻ സാധിച്ചിട്ടില്ല. സഞ്ജയ് റോയ് ഒരു നേരത്തെ തന്നെ ക്രിമിനൽ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ള വ്യക്തിയാണ് എന്നതടക്കമുള്ള വിവരങ്ങൾ പുറത്തു വരികയാണ്. ഇന്നിപ്പോൾ കൂടുതൽ വിവരങ്ങൾ, നീതി നിഷേധത്തിന്റെ കൂടുതൽ തെളിവുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. യുവ ഡോക്ടർ കൊല്ലപ്പെട്ട ശേഷം നടത്തിയ പോസ്റ്റ്മോർട്ടം, ആ പോസ്റ്റ്മോർട്ടത്തിന്റെ സമയത്ത് ബന്ധുക്കളെ ആരെയും അറിയിച്ചിരുന്നില്ല എന്നുള്ള വിവരം. ഈ കൊലപാതകം നടന്നത് സെമിനാർ ഹാളിൽ തന്നെയാണോ എന്ന് ഇപ്പോൾ മാതാപിതാക്കൾ സംശയിക്കുകയാണ്. കാരണം അതിന് മൂന്നാം നിലയിൽ തൊട്ടടുത്ത ഭാഗത്ത് റിനോവേഷൻ നടന്നുകൊണ്ടിരിക്കുന്നു. അതായത് മരണം നടന്ന് അടുത്ത ദിവസം തന്നെ അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങളിലേക്ക് കടന്നു ആ മെഡിക്കൽ കോളേജ് എന്നുള്ളതാണ്. എങ്ങനെ സാധിക്കുന്നു ഒരു മെഡിക്കൽ കോളേജിലെ ഒരു വിദ്യാർത്ഥി കൊല്ലപ്പെട്ടതിന് തൊട്ട് പിറ്റേ ദിവസം അവിടെ നിർമ്മാണ പ്രവർത്തനം, അത് അവിടുത്തെ വിദ്യാർത്ഥികൾക്കുള്ള റെസ്റ്റ് റൂമിൻ്റെ നിർമ്മാണ പ്രവർത്തനമാണെന്ന ന്യായമാണ് ഇപ്പോൾ മെഡിക്കൽ കോളേജ് അധികൃതർ പറയുന്നത്. ഇതൊന്നും വിശ്വസിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. ഇപ്പോൾ നമ്മൾ അതിഥികളിലേക്ക് കടക്കുകയാണ്. ഇപ്പോൾ നമ്മോടൊപ്പം ചർച്ചയിലുള്ളത് ഡോക്ടർ സ്വാലിഹ് ഷംസുദ്ദീൻ, ആർജിക്കർ മെഡിക്കൽ കോളേജിൽ നിന്ന് തന്നെയുള്ള പ്രതിനിധിയാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഡോക്ടർ ഉണ്ണി ആർ പിള്ളയിലേക്കാണ് പോകുന്നത്. മെഡിക്കൽ PG അസോസിയേഷൻ്റെ സംസ്ഥാന പ്രസിഡന്റാണ്. ഡോക്ടർ ഉണ്ണി, ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസിൻ്റെ ദേശീയ വൈസ് പ്രസിഡന്റിൻ്റെ പ്രതികരണമാണ് നമ്മളിപ്പോൾ കണ്ടത്. എന്താണ് ഈ ഘട്ടത്തിൽ അവരെടുക്കുന്ന നിലപാട്, ബംഗാൾ സർക്കാർ എടുക്കുന്ന നിലപാട് എന്ന് ഏതാണ്ട് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നല്ലോ. ഇന്നത്തെ പ്രതിഷേധം, ഇന്നത്തെ ഐക്യദാർഢ്യം, അതേക്കുറിച്ച് പറയൂ. കഴിഞ്ഞൊരു 48 മണിക്കൂറിനോടടുപ്പിച്ച് കേരളത്തിലെ മുഴുവൻ PG വിദ്യാർത്ഥികളും അതുപോലെ തന്നെ ഹൗസ് സർജൻസും എല്ലാം സമരത്തിലായിരുന്നു. അതിനോടൊപ്പം ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് കേരളത്തിലെ മുഴുവൻ ഡോക്ടർ സമൂഹവും ഒന്നിച്ചു വന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനൊരു വലിയൊരു കൂട്ടായ്മയിലേക്ക് നമുക്ക് പോകേണ്ടി വന്നത്, അല്ലെങ്കിൽ കേരളത്തിലെ മുഴുവൻ ആരോഗ്യ പ്രവർത്തകർക്കും ഇതിലേക്ക് ഇറങ്ങേണ്ടി വന്നതിൻ്റെ ഒരു സാഹചര്യം, അത്രത്തോളം ഭീകര അന്തരീക്ഷമാണ് ഇപ്പോഴും കൊൽക്കത്തയിൽ നിലനിൽക്കുന്നത് എന്നുള്ളതാണ്.
ഇന്നലെ ഒരു മമതാ ബാനർജിയുടെ നേതൃത്വത്തിൽ ഇന്നലെ നടന്ന ഒരു തൃണമൂലിൻ്റെ ഒരു നാടകം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതിൻ്റെ ഒരു എക്സ്റ്റൻഡഡ് വേർഷൻ എന്ന നിലയിൽ മാത്രമേ ഇപ്പോൾ ബംഗാളിൽ നിന്നുള്ള തൃണമൂലിൻ്റെ പ്രതിനിധി പ്രതികരിച്ചതിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളൂ. എങ്ങനെയാണ് നമുക്ക് ഇത്രയും ഒരു സാഹചര്യത്തിൽ നിങ്ങൾ ഇവിടേക്ക് നോക്കരുത്, ഇത് പൊളിറ്റിക്കലി ഓർഗനൈസ് ചെയ്തിരിക്കുന്നതാണ് എന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അത് അവരുടെ രാഷ്ട്രീയമാണ്, അത് അവർ പറഞ്ഞുകൊണ്ടേയിരിക്കും. പക്ഷേ നമ്മൾ പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു സാധാരണക്കാരിയായ ഒരു പെൺകുട്ടിയുടെ മരണത്തിൽ എങ്ങനെ കൃത്യമായ പ്രതികളിലേക്ക് എത്തണം എന്നുള്ളതിനെ കുറിച്ചാണ്. അതിനുവേണ്ടി ശക്തമായി ഞങ്ങൾ പ്രതിഷേധിച്ചു കൊണ്ടിരിക്കുക തന്നെ ചെയ്യും. ഡോക്ടർ നാദിയ കൂടിയുണ്ട്, അഞ്ചൽ സെയിൻറ്റ് ജോസഫ് മിഷൻ ഹോസ്പിറ്റലിൽ നിന്നാണ്. നാദിയ, ഇവിടെയും ഇത്തരത്തിൽ ഒരു വനിതാ ഡോക്ടർ കൊല്ലപ്പെട്ട സംഭവം ഉണ്ടായിരുന്നല്ലോ. ഇതിപ്പോൾ ഒരു താരതമ്യമൊന്നുമില്ല, പക്ഷേ ഡോക്ടർമാരുടെ സുരക്ഷ സംബന്ധിച്ച് അന്നേ ഒരു ചോദ്യം ഉയർന്നതാണ്. അതിനുശേഷം ഇവിടെ ആശുപത്രികളിൽ സുരക്ഷാ സംവിധാനം ഒരുക്കും എന്നുള്ള ഉറപ്പുണ്ടായി. പക്ഷേ അതിനുശേഷം സമാനമായ സംഭവങ്ങൾ ആ തരത്തിൽ എത്തിയില്ല എങ്കിൽ പോലും സമാനമായി ആക്രമിക്കപ്പെടുന്ന സംഭവങ്ങളൊക്കെ ഒരുപാടുണ്ടായിരിക്കുന്നു. ഈ തരത്തിലുള്ള ഒരു വലിയ വാർത്ത നമ്മൾ കൊൽക്കത്തയിൽ നിന്ന് കേൾക്കുമ്പോൾ എന്താണ് ഇപ്പോൾ ഇവിടെ ഉയരുന്ന ആശങ്ക ഡോക്ടർ നാദിയ? ഇവിടെ ഉയർന്ന ആശങ്ക, ഇതിപ്പം കൊൽക്കത്തയിലെ വിഷയം നടന്നാലും ഇല്ലെങ്കിലും മെയ് 10, 2023 നമുക്കറിയാം ഡോക്ടർ വന്ദന ദാസ് എത്ര ദാരുണമായാണ് ആ കുട്ടി കൊല്ലപ്പെട്ടതെന്ന്. അതിനുശേഷം ഞങ്ങൾ ഒരുപാട് ലോസിന് വേണ്ടി അല്ലെങ്കിൽ ഇപ്പമുള്ള നിലവിലുള്ള നിയമങ്ങൾ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് എൻഫോഴ്സ് ചെയ്ത് തന്നെ നടത്തണമെന്ന് ആവശ്യപ്പെടുകയും ആ ആവശ്യത്തിൻ്റെ പേരിൽ അന്ന് ചെയ്ത കുറച്ച് സമരങ്ങൾക്ക് ശേഷം ഗവൺമെൻറ് നമ്മൾക്ക് തയ്യാറായിട്ട് അന്ന് നിലനിന്നിരുന്ന കുറച്ച് മാറ്റങ്ങൾ വരുത്തി. അതായത് ഒരു 5 വർഷത്തെ ഇംപ്രിസൺമെൻറ്റ് മാറ്റി ഒരു 7 വർഷത്തെ ഇംപ്രിസൺമെൻ്റ് ആക്കി ഇനി നിലവിൽ മുതൽ ശക്തമായ ഒരു നിയമം ഉണ്ടാകുമെന്ന് ഉറപ്പ് തന്നതിന് ശേഷവും ഇത്രയും നമുക്ക് ലോ ഇവിടെ നിലനിൽക്കുമ്പോഴും ഈ ലോസ് ഒന്നും ഒരു പ്രോപ്പർ രീതിയിൽ ഇംപ്ലിമെൻ്റ് ചെയ്യപ്പെടുന്നില്ല. ലൈക്ക് നമ്മൾ ഇനി ഒരു സുരക്ഷാ നിയമത്തിന് വേണ്ടി ഇവിടെ ആവശ്യപ്പെടുന്നില്ല. അങ്ങനെ ഒരു ആവശ്യം തന്നെ വളരെ ബാലിശമായിരിക്കും എന്നാണ് എൻ്റെ തോന്നൽ. കാരണം ഇത്ര ഇൻസിഡൻറ്റ് നടന്നിട്ടും ഒരു ഇൻസിഡൻറ്റ് നടക്കുമ്പോൾ ആ ഇരയെ കുറച്ച് ദിവസത്തേക്ക് എക്സാമ്പിൾ ആക്കി ആ ഇരയെ വീണ്ടും വാർത്തയിൽ അല്ലെങ്കിൽ സമൂഹ മാധ്യമങ്ങളിൽ ഒരു നിയമം അല്ലെങ്കിൽ ഒരു നീതി കിട്ടാത്ത രീതിയിൽ അങ്ങേയറ്റം ആ ആൾക്ക് സംഭവിച്ച ക്രൂരമായ ഈ കൊലപാതകത്തെ പോലും ചവിട്ടി താഴ്ത്തുന്ന നിയമങ്ങളാണ് നമുക്ക് മുന്നിലുള്ളത്. കുറച്ചു മുന്നേ വെസ്റ്റ് ബംഗാൾ തൃണമൂൽ കോൺഗ്രസിൻ്റെ വൈസ് പ്രസിഡന്റ് പറയുകയുണ്ടായി. അതായത് അദ്ദേഹം പറയുന്നത് നമ്മൾ വെസ്റ്റ് ബംഗാൾ ഇഷ്യൂ മറന്നിട്ട് ഉത്തരാഖണ്ഡിൽ ഇഷ്യൂയിലേക്ക് പോകുകയെന്നാണ്. എത്ര ബാലിശമായിട്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത്. കാരണം ഇവിടെ ഒരു വിജയത്തിൻ്റെ നേട്ടത്തിന് അല്ലെങ്കിൽ ഒരു വിജയമായിരുന്നു, ഒരു നേട്ടമായിരുന്നുവെങ്കിൽ അതിൻ്റെ പൈതൃകത്തിന് വേണ്ടി അടികൂടുന്ന രാഷ്ട്രീയക്കാരെ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ ഇവിടെ ഒരു മേർഡർ കേസ് വന്നിട്ട് ഇവരെ സ്വന്തം സ്റ്റേറ്റിലെ ഒരു കുട്ടി, ഒരു വിദ്യാർത്ഥിനി, ഒരു മെഡിക്കൽ ഡോക്ടർ അതിക്രൂരമായി പീഡിക്കപ്പെട്ടിട്ടും അവിടെ അദ്ദേഹം അതിനെ മറച്ചു വെച്ചുകൊണ്ട് ഉത്തരാഖണ്ഡിൽ നടന്ന ഇഷ്യൂവിനെ പറ്റി നിങ്ങൾ സംസാരിക്കൂ, വെസ്റ്റ് ബംഗാൾ ഇഷ്യൂ ഞങ്ങൾ അന്ന് തന്നെ നിയമ നടപടികൾ സ്വീകരിച്ചതാണെന്ന് എത്ര ബാലിശമാണ് അദ്ദേഹം പറയുന്നത്. വിജയത്തിൻ്റെ പൈതൃകത്തിന് വേണ്ടി അടുകൂടുന്ന ഇവർ ഒരു ഇരയുടെ അമ്മയുടെ അല്ലെങ്കിൽ അച്ഛൻ്റെ മാനസികാവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കി, അല്ലെങ്കിൽ അവിടുത്തെ സിറ്റിസൺസിൻ്റെ അവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കി, അല്ലെങ്കിൽ ഈ രാജ്യത്തെ സ്ത്രീകളുടെ സുരക്ഷയ്ക്ക് അവർക്ക് എത്രത്തോളം ഉറപ്പ് നൽകുന്നു എന്നതിനെ പറ്റി സംസാരിക്കാതെ അടുത്ത സ്റ്റേറ്റിനെ പറ്റി സംസാരിക്കൂ, അല്ലെങ്കിൽ അടുത്ത ദേശത്തിനെ പറ്റി സംസാരിക്കൂ എന്ന ബാലിശകമായ ഉത്തരങ്ങൾ തരുന്ന ഈ നാട്ടിൽ ഇനി എത്ര വന്ദനാദാസ് ഉണ്ടായാലും, ഇനി എത്ര മൗമിതമാരുണ്ടായാലും ഇതൊക്കെ തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നുള്ളൂ. ഇതിനപ്പുറത്തേക്ക് ഒരു ലോ ഉണ്ടാകുമെന്നോ അല്ലെങ്കിൽ ഉള്ള ലോ എങ്കിലും ഉള്ള നിയമ നടപടിയെങ്കിലും പ്രോപ്പറായിട്ട് ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന ഒരു കാലഘട്ടം ഇനിയും നമ്മുടെ ഇന്ത്യയിൽ, ഇനിയും നമ്മുടെ നാട്ടിൽ എത്ര വിദൂരമാണെന്ന് ഇവിടുത്തെ ഓരോരുത്തരും പരിശോധിക്കണം. കാരണം നമ്മൾ ഒരു ഇൻസിഡൻറ്റ് ഉള്ളപ്പോൾ മാത്രം അതിനെപ്പറ്റി സംസാരിച്ചിട്ട് യാതൊരു കാര്യവുമില്ല. ഇവിടെ വന്ദന ചേച്ചിയുടെ ഇഷ്യൂ നടന്നു, അതിനുശേഷം എത്ര പ്രോപ്പറായിട്ടൊരു ഫോളോ അപ്പ് ഉണ്ടായി, അല്ലെങ്കിൽ അതിനുശേഷം ആ സന്ദീപ് എന്ന കുറ്റവാളി ഇപ്പോൾ എവിടെയാണ്, അദ്ദേഹത്തിൻ്റെ ഒരു നിലനിൽപ്പ് എന്താണ്, അദ്ദേഹത്തിൻ്റെ ഒരു രൂപം, അദ്ദേഹത്തിൻ്റെ കോലം, ഇതെല്ലാം നമ്മളിൽ വിഷമമുളവാക്കുന്ന കാര്യങ്ങളാണ്. കാരണം ഇത് തന്നെ നാളെ മൗമിതയുടെ മാതാപിതാക്കൾക്കും സംഭവിക്കുകയുള്ളൂ. ഇതിൽ നിന്നൊന്നും ഒരു വ്യക്തമായ ഒരു ഉത്തരം നാളെയും ഈ ക്രൈം ചെയ്യാൻ പോകുന്നവർക്ക് വേണ്ടി ഉണ്ടാക്കാതെ നാളെയും ഇരകളെ സൃഷ്ടിക്കുന്ന നിയമ നടപടി ഉള്ളിടത്തോളം കാലം ഇത്തരം ഇരകൾ വീണ്ടും സൃഷ്ടിക്കപ്പെടും. നാളെ ഞാനായിരിക്കാം, നാളെ സംസാരിക്കുന്ന നിങ്ങളായിരിക്കാം, ഇവിടുത്തെ ഒരു സ്ത്രീയും, അതിപ്പോൾ ഡോക്ടർ ആയിക്കോട്ടെ, അതിപ്പം താഴെ തട്ടിലും ഒരു മാർജിനലൈസ്ഡ് വിമൻ ആയിക്കോട്ടെ, സമൂഹമായി യാതൊരു ബന്ധമില്ലാത്ത ഒരു വിമൻ ആയാലും ഒരു ഡോക്ടർ ആയാലും അത് ഏതൊരു സ്ത്രീയും ആയിക്കോട്ടെ, അവരുടെ പ്രൊട്ടക്ഷൻ ഈ രാജ്യത്ത് ഇപ്പോഴത്തെ നിയമവ്യവസ്ഥയിൽ ഒരിക്കലും നടപ്പാവുകയില്ല എന്ന് തന്നെ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ശരി
ഡോക്ടർ ഉണ്ണി ആർ പിള്ള, ഇന്നിപ്പോൾ പല പ്രതികരണങ്ങളും കേരളത്തിലെ വിവിധ മെഡിക്കൽ കോളേജുകളിൽ നിന്ന് പ്രതിഷേധിക്കുന്നവരുടെ പ്രതികരണങ്ങൾ, പ്രത്യേകിച്ച് വനിതാ ഡോക്ടർമാരുടെ പ്രതികരണങ്ങൾ വരുന്നു. എത്രത്തോളം അരക്ഷിതമായ സാഹചര്യത്തിലാണ് തങ്ങൾ പണിയെടുക്കുന്നത് എന്ന് PG ഡോക്ടർമാർ പറയുന്നു. രാത്രി പല ഇടനാഴികളിലും വെളിച്ചം പോലുമില്ല, ആരാണ് പെട്ടെന്ന് കടന്നു വരിക എന്നറിയില്ല, രാത്രി മണിക്കൂറുകളോളം നീളുന്ന ജോലിയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സമയത്ത് ഒരു സുരക്ഷയും ഇല്ല എന്നുള്ളത് ഇപ്പോൾ ഉണ്ടായ സംഭവം കൂടി വരുമ്പോൾ ഒരു ഭയം, ആശങ്കയൊക്കെ ഉണ്ട്. ഇത് നേരത്തെ ഈ വന്ദനദാസിൻ്റെ സമയത്തിന് ശേഷം തന്നെ ശക്തമായി ഉന്നയിക്കപ്പെട്ട വിഷയമാണ്. അതിനുശേഷം ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല എന്നാണോ കരുതേണ്ടത്? ചില ആശുപത്രികളിലെങ്കിലും സെക്യൂരിറ്റി, കടന്നു വരുന്ന ഭാഗത്ത് സെക്യൂരിറ്റി കൂട്ടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതല്ലാതെ എങ്ങനെയാണ് ഈ സംവിധാനം? അങ്ങനെ തീർച്ചയായും കഴിഞ്ഞൊരു വർഷത്തിനിടയിൽ മാറ്റങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നൊരു അഭിപ്രായം ഞങ്ങൾക്കില്ല. കാരണം ഞങ്ങളിവിടെ റെസിഡൻറ്റ് ഡോക്ടേഴ്സിനിടയിൽ കൃത്യമായി ഞങ്ങളൊരു അന്വേഷണങ്ങൾ നടത്തിയതിൽ നിന്ന് മനസ്സിലായത് കഴിഞ്ഞൊരു വർഷത്തിനിടയിൽ പൊതുവിൽ സെക്യൂരിറ്റി സിസ്റ്റത്തിൻ്റെ കാര്യത്തിൽ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് വന്നിട്ടുണ്ട്. എന്നാലും അത് അഡിക്വേറ്റ് ആണോ എന്ന് ചോദിച്ചാലല്ല. ഇപ്പോഴും ഈ പറഞ്ഞ പോലെ ഇടവഴികൾ അല്ലെങ്കിൽ വരാന്തകൾ ഇപ്പോഴും ഉണ്ട്. CCTV ക്യാമറകളില്ലാത്ത, സെക്യൂരിറ്റി കവറേജുകളില്ലാത്ത പല ഏരിയകളും ഇപ്പോഴും ഉണ്ട് മെഡിക്കൽ കോളേജുകൾ. പക്ഷേ അപ്പോഴും അതിനകത്തൊരു ഇമ്പ്രൂവ്മെൻറ്റിനുള്ള സാധ്യത ഇനിയുമുള്ളൊരു സാഹചര്യമാണ് കേരളത്തിൽ പോലും ഉള്ളത്. അതിനകത്ത് നമുക്ക് ഈ കഴിഞ്ഞൊരു വർഷത്തെ ഒരു കൃത്യമായൊരു ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാകുമ്പോൾ പോലും അത് അഡിക്വേറ്റ് ആണോ എന്ന് പരിശോധിക്കാനുള്ളൊരു സെക്യൂരിറ്റി ഓഡിറ്റ് ആയിരുന്നു നമുക്ക് പ്രോപ്പറായിട്ട് വേണ്ടിയിരുന്നത്. ഈ ഒരു സെക്യൂരിറ്റി ഓഡിറ്റ് നടത്താനുള്ളൊരു ലാക്കിംഗ് നമ്മുടെ സിസ്റ്റത്തിൽ ഇതുവരെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെതിരെ നമ്മുടെ ഭാഗത്തു നിന്നും ഒരു പ്രതിഷേധം നമ്മൾ രേഖപ്പെടുത്തുകയും വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ ഗവൺമെൻറ് അതിൽ നടപടി സ്വീകരിക്കുകയും എല്ലാ പ്രിൻസിപ്പൽമാർക്കും, ഹെഡ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂട്ടുകൾക്കും കൃത്യമായ സെക്യൂരിറ്റി ഓഡിറ്റ് നടത്തണം എന്ന രീതിയിൽ നിർദ്ദേശം കൊടുക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെ തിങ്കളാഴ്ച ഒരു ഒഫീഷ്യലായിട്ട് തന്നെ ഒരു മീറ്റിങ്ങിന്, അത് ഒരാളെ മാത്രമല്ല കേരളത്തിലെ മുഴുവൻ മെഡിക്കൽ കോളേജുകളും അവിടെ നിന്നുള്ള പ്രതിനിധികളെ, റെപ്രസെൻറ്റേറ്റീവ്സ് ആയിട്ട് PG വിദ്യാർത്ഥികളെയും സീനിയർ റെസിഡൻറ്റിനെയും ഹൗസ് സർജൻസിനെയും ഒക്കെ ഉൾപ്പെടുത്തിയുള്ളൊരു മീറ്റിംഗ് ആണ് തിങ്കളാഴ്ച അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതിൽ എല്ലാവരും നമ്മുടേതായിട്ടുള്ള രീതിയിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. നമ്മുടെ ഒരു സെക്യൂരിറ്റി ഫോൾട്ടുകൾ എന്തൊക്കെയാണ് എന്നുള്ളത് അതെല്ലാം കൃത്യമായി നമ്മൾ ഉന്നയിക്കും. അതിലൊരു കൃത്യമായ നടപടി സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകും എന്ന് തന്നെയാണ് നമ്മൾ ഇപ്പോഴേ അറിയിച്ചിരിക്കുന്നത്. അതിൻ്റെ ഒരു പോസിറ്റീവ് ഒരു തിങ്കിങ് നമ്മുടെ ഭാഗത്തു നിന്ന് നമുക്കൊരു പോസിറ്റീവായ കാര്യം കിട്ടിയിട്ടുണ്ട്. ആർജിക്കർ മെഡിക്കൽ കോളേജിൽ നിന്നും ഡോക്ടർ സ്വാലി ഷംസുദ്ദീൻ ചർച്ചയിലുണ്ട്. ഡോക്ടർ സ്വാലി, ഇപ്പോൾ CBI അന്വേഷണം എത്രത്തോളം വേഗത്തിൽ മുന്നോട്ട് പോകുന്നുണ്ട്? പോലീസ് വീഴ്ചകൾ നേരത്തെ അക്കമിട്ട് നിരത്തപ്പെട്ടതാണ്. ഇപ്പോൾ CBI മുന്നോട്ട് പോകുമ്പോഴും ഒരു പ്രതിയിൽ നിന്ന് അപ്പുറത്തേക്ക് കടക്കാൻ സാധിച്ചിട്ടില്ല. ഇപ്പോൾ ഒരു കൂട്ട ബലാത്സംഗമാണ് എന്ന സൂചനകൾ ലഭിക്കുമ്പോഴും. അതെ, തീർച്ചയായും ഇപ്പം വളരെ പ്രോഗ്രസീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞങ്ങൾ ഇവിടെ അറിയുന്നത്. CBI എല്ലാവരെയും ക്വസ്റ്റ്യൻ ചെയ്ത് വരികയാണ്. രണ്ടുപേരെ ഇതോടൊപ്പം എടുത്തു കഴിഞ്ഞു എന്നുള്ളതാണ് ഞങ്ങൾ അറിയാൻ കഴിഞ്ഞത്. അതായത് 2 പ്രതികൾ കൂടി അറസ്റ്റിലായിട്ടുണ്ട്. ഹലോ, 2 പ്രതികൾ കൂടി അറസ്റ്റിലായി എന്നാണോ? അവരെ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി അറസ്റ്റായി എന്നുള്ളതാണ് ന്യൂസ് ഇപ്പൊ കേൾക്കുന്നത്. അത് ആരാണെന്തെങ്കിലും സൂചനകളുണ്ടോ ഡോക്ടർ സ്വാലി? ഇപ്പം അറിഞ്ഞത് ഞാൻ അവിടെ ഇല്ല കൃത്യമായിട്ടുള്ള സൂചന ഇല്ല. അവർ പുറത്തു വിട്ടിട്ടില്ല. ചില ഡോക്ടർമാരെ തന്നെ സംശയിക്കുന്നു എന്നാണല്ലോ കുടുംബം, മാതാപിതാക്കൾ CBIക്ക് നൽകിയ മൊഴി. അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം അന്വേഷണം മുന്നോട്ട് പോയത്. അപ്പോൾ എന്താണ് ഇപ്പോൾ സമരം ചെയ്യുന്ന ഡോക്ടർമാർക്ക് അവിടെ ലഭിച്ചിരിക്കുന്ന ഉറപ്പ് എന്താണ്? എന്തായാലും 100% അവർ 100% അവരെന്തായാലും ഇതിന് നീതി പുലർത്തിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകും എന്നുള്ളത് ഞങ്ങൾക്ക് ഉറപ്പ് തന്നിട്ടുണ്ട്. പ്രതികൾ ആരാണെങ്കിലും അത് പുറത്ത് കൊണ്ടുവരും എന്ന് പൂർണ്ണമായിട്ട് അവർ പറഞ്ഞിട്ടുണ്ട് ഞങ്ങളോട്. അതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ മുന്നോട്ട് പോകുന്നു. പിന്നെ ഇവിടെ മെയിനായിട്ടെന്ന് പറയുന്നത്, ഇവിടെ ഒരുപാട് സ്റ്റോറീസ് ഇതിന്റെ ബിഹൈൻഡിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനകത്ത് ഒരു 90% എനിക്ക് തോന്നുന്നു, എല്ലാവരും പറയുന്നത് 90% അത് വെറുതെ ഇറക്കുന്ന റൂമേഴ്സാണ് എന്നുള്ളതാണ്. ഡോക്ടർ സാലിഹ്, ഇപ്പോൾ ഈ ആർജിക്കർ മെഡിക്കൽ കോളേജിനെ കുറിച്ച് പറയാം. കോൺസ്പിറസീസ് ഉണ്ട്.
ഈ നമുക്ക് കോൺസ്പിറസി തിയറിയിലേക്കൊന്നും പോകേണ്ട. അവിടെ നടക്കുന്ന സംഭവങ്ങൾ താങ്കൾക്ക് നേരിട്ടറിയാവുന്ന കാര്യങ്ങൾ മാത്രം പറഞ്ഞാൽ മതി ഡോക്ടർ. ഇപ്പോൾ ഈ ആർജിക്കർ മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട് അവിടുത്തെ സുരക്ഷയുമായി ബന്ധപ്പെട്ടൊക്കെ ഉയരുന്ന കാര്യങ്ങളുണ്ടല്ലോ, അവിടുത്തെ വനിതാ ഡോക്ടർമാർ അടക്കം പറയുന്നത്. ഇപ്പോൾ ഈ പ്രതിഷേധത്തിനിടയിൽ അവിടെ പ്രതിഷേധിക്കുന്ന വനിതാ ഡോക്ടർമാർ പറയുന്ന കാര്യങ്ങളടക്കം അവിടെ ഒന്ന് റെസ്റ്റ് എടുക്കാൻ പോലും ഒരു മുറിയില്ല എന്നതാണോ സത്യം? ഈ സെമിനാർ ഹാളിലേക്ക് തന്നെ പോകേണ്ട ഒരു സാഹചര്യമാണോ ഇപ്പോൾ അവിടെ ഒരു ഞാനൊന്ന് പൂർത്തിയാക്കോട്ടെ. ഈ സെമിനാർ ഈ കൊല്ലപ്പെട്ട് പെൺകുട്ടി മരിച്ചു കിടന്ന സെമിനാർ ഹാളിന് തൊട്ടടുത്ത വശം, അതിന് തൊട്ടടുത്ത ദിവസം തന്നെ റെനോവേറ്റ് ചെയ്യുന്ന നടപടികളിലേക്ക് കടന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് മാതാപിതാക്കളുടെ പ്രതികരണമായിട്ട് വന്നിരിക്കുന്ന ഒരു കാര്യം ഇതാണ്: ഈ പെൺകുട്ടി മരിച്ചത് ഈ സെമിനാർ ഹാളിൽ വെച്ച് തന്നെയാണോ കൊല്ലപ്പെട്ടത് എന്നിപ്പോൾ ആ കുടുംബം സംശയിക്കുന്നുണ്ട്. എവിടെയെങ്കിലും വെച്ച് റേപ്പ് ചെയ്ത് കൊലപ്പെടുത്തിയ ശേഷം സെമിനാർ ഹാളിലേക്ക് കൊണ്ടിട്ടതാണോ എന്നുകൂടി സംശയിക്കുന്നു. ഈ തൊട്ടടുത്തെ നിർമ്മാണത്തിൻ്റെ സാഹചര്യത്തിലാണ് അവരങ്ങനെ പറഞ്ഞത്. എന്താണ് ഡോക്ടർക്ക് പറയാനുള്ളത് അതിൽ? പ്രൈമറി അവിടെ തന്നെയാണ് കുട്ടി റെസ്റ്റ് ചെയ്യുന്നത്, അവിടെ സെമിനാർ ഹാളിൽ. കാരണം പ്രോപ്പറായിട്ട് ഇവിടെ ഡ്യൂട്ടി റൂമുകൾ ഇല്ല ആർക്കും. പൊതുവെ എല്ലാവരും ഇപ്പം പൾമണറി മെഡിസിൻ, ചെസ്റ്റ് മെഡിസിൻ്റെ ഉള്ള ആൾക്കാർ റെസ്റ്റ് ചെയ്യുന്നത് മിക്കവാറും ആ സെമിനാർ റൂമിന്റെ ഒരു സൈഡിൽ ഒരു ചെറിയൊരു ബെഡുണ്ട്. ആ ഒരു ബെഡിലാണ് റെസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നത്. അവിടെ വെച്ച് തന്നെ ക്രൈം നടന്നത് എന്നുള്ളതാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നത്. അതിന്റെ അപ്പുറത്തേക്ക് ക്രൈം ചെയ്ത് പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ കൊണ്ടുവന്നു എന്നുള്ളത് ഞങ്ങൾക്കാർക്കും അറിയില്ല. കാരണം അതിനൊരു സാഹചര്യം അവിടെ കാണുന്നില്ല എന്നുള്ളതാണ്. കാരണം സെമിനാർ റൂമാണ് വളരെ ഐസൊലേറ്റഡ് ആയിട്ടുള്ളത്. പണി നടക്കുന്നത് സെമിനാർ റൂമിന്റെ തൊട്ടപ്പുറത്തെ റൂമാണ്. ഇപ്പോൾ ഈ വലിയ പ്രതിഷേധം വരികയാണല്ലോ. ഇപ്പോൾ അല്പം മുമ്പ് പോലും ഇപ്പോൾ കോളേജിന് മുന്നിൽ നിന്നുള്ള പ്രതിഷേധത്തിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടത്. എങ്ങനെയാണ് സർക്കാർ ഈ വിഷയത്തെ നേരിടുന്നത്? ഇതിപ്പോൾ രാഷ്ട്രീയ പ്രേരിതമാണ് എന്നും CPM ആണ്, BJP ആണ് ഇതിന് പിന്നിൽ എന്നൊക്കെ തൃണമൂൽ പറയുന്നുണ്ട്. അതേസമയം തെരുവിലേക്ക് പ്രതിഷേധവുമായി തൃണമൂലും ഇറങ്ങുന്നുണ്ട് ഒരു വശത്ത്. എന്താണ് സർക്കാർ എടുക്കുന്ന നിലപാട് ഡോക്ടർ? ഞങ്ങൾക്ക് ശരിക്കും സർക്കാരിന്റെ ഭാഗത്തു നിന്നല്ല, ഞങ്ങൾക്ക് എല്ലാവരുടെ ഭാഗത്തു നിന്നും പ്രൊട്ടക്ഷൻ കിട്ടണം എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. കാരണം ഞങ്ങൾക്ക് പ്രൊട്ടക്ഷനാണ് വേണ്ടത്. കാരണം സേഫ് ആയിട്ടുള്ള സ്ഥലത്ത് ഞങ്ങൾക്ക് ഇനി മുന്നോട്ട് വർക്ക് ചെയ്യാൻ കഴിയുള്ളൂ എന്നുള്ളതാണ്. വേറെ ഇതിനകത്ത് പൊളിറ്റിക്കലി ബാക്കിയുള്ള കാര്യങ്ങളിലോട്ട് ഞങ്ങൾ ആരും പോകുന്നില്ല. എല്ലാവരും ഞങ്ങളെ പ്രൊട്ടക്ട് ചെയ്യണം, അതിനുള്ള സാഹചര്യം ഞങ്ങൾക്ക് തരണം എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ സംഭവത്തിന് ശേഷം എന്തുകൊണ്ടാണ് ഈ ഡോക്ടർ മരിച്ച ശേഷം ആ വിവരം എന്താണ് ആശുപത്രി അധികൃതർ അപ്പോൾ തന്നെ പോലീസിനെ അറിയിക്കാതിരുന്നത്? ഇതൊരു ആത്മഹത്യ എന്ന മട്ടിലാണല്ലോ അറിയിച്ചത്. ആദ്യം ഞങ്ങൾ ക്രൈം സീനിനെ കുറിച്ച് ഞങ്ങൾ അറിയുന്നത് രാവിലെ ഒരു 9:30-10 മണിക്ക്. അപ്പം ഞാൻ അനസ്തേഷ്യ ഡിപ്പാർട്ട്മെന്റ് വർക്ക് ചെയ്യുന്ന ആളാണ്. അപ്പം എന്റെ ഓപ്പറേഷൻ തിയേറ്ററിലായിരുന്നു ഞാനുണ്ടായിരുന്നത്. അവിടുന്ന് നമ്മുടെ കൊളീഗ്സിന്റെ അടുത്തുനിന്ന് ന്യൂസ് അറിഞ്ഞാണ് ഞങ്ങൾ അറിയുന്നത്. അന്നേരം തന്നെ ഞങ്ങളിലുള്ള എല്ലാവരും അങ്ങോട്ടേക്ക് ക്രൈം സീനിലോട്ട് ഞങ്ങൾ എല്ലാവരും അങ്ങോട്ട് പോയി. അപ്പോഴേ പോലീസും എല്ലാം വന്ന് ഞങ്ങളെല്ലാവരും തടഞ്ഞു വെക്കുകയൊക്കെ ഉണ്ടായി. അപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലാവുന്നത് ഇവര് ക്രൈമിനെ മൂടിവെക്കാൻ വേണ്ടി ഒരു ശ്രമം നടത്തുന്നുണ്ടെന്ന്. അപ്പം തന്നെ ഞങ്ങൾ ശരിക്കും പ്രതിഷേധിച്ചു. ഞങ്ങൾ പറഞ്ഞു മജിസ്ട്രേറ്റ് ഇൻക്വസ്റ്റ് ഇതിൽ നടത്തണമെന്ന് ഞങ്ങൾ തീർത്തും പറഞ്ഞു. ഞങ്ങൾക്കിതിൽ CBI അന്വേഷണം വേണമെന്ന് അന്നു മുതൽ തന്നെ ഞങ്ങൾ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ കോളേജ് അധികൃതർ നൽകിയ അവരുടെ ഭാഗത്തുനിന്ന് വന്ന പ്രതികരണം എന്തായിരുന്നു ഡോക്ടർ? അവർ ഞങ്ങളോട് പൂർണ്ണമായിട്ടും അങ്ങനെ ഒന്നും തീർത്തും എതിർത്ത് പറയുകയൊന്നും അന്നേരം ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. പിന്നീടാണ് ഞങ്ങൾ ന്യൂസിൽ നിന്നാണ് അറിയുന്നത്, പുറമേ വന്നപ്പോഴാണ് ഞങ്ങൾ അറിയുന്നത് ഇത് ക്രൈം മൂടി വെക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. അതിനുശേഷമാണ് പ്രൊട്ടസ്റ്റ് കൂടി വന്നത്. അന്ന് വൈകുന്നേരം തൊട്ട് ഞങ്ങൾ പ്രൊട്ടസ്റ്റ് വളരെ ശക്തമാക്കി തുടങ്ങി. അതിന് കാരണം എന്താണെന്നാണ് തോന്നുന്നത്? ഇപ്പോൾ ഈ പ്രതി എന്ന് പറയുന്നത് ഇപ്പോൾ ആശുപത്രിയെ സ്വാധീനിക്കാൻ കഴിവുള്ള ഒരാളാണെന്നൊന്നും നമുക്ക് കേൾക്കുമ്പോൾ തോന്നുന്നില്ലല്ലോ. അപ്പോൾ എന്തുകൊണ്ടായിരിക്കാം അങ്ങനെ ആശുപത്രി തന്നെ ഇത് മൂടി വെക്കാനൊരു ശ്രമം നടന്നത്? അത് ഈ അഡ്മിനിസ്ട്രേഷന്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ള വൻ വീഴ്ചയാണ്. അതിനുശേഷമാണ് ഞങ്ങൾക്ക് ഇവിടുത്തെ ഈ പോലീസിനോടും ഇതിനോടും ഞങ്ങൾക്ക് വിശ്വാസം ഇല്ലാണ്ടായത്. അതിനുശേഷമാണ്. പക്ഷെ ഞങ്ങൾക്ക് തീർത്തും അത് എന്തുകൊണ്ടാണ് എങ്ങനെയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അത് CBI അന്വേഷിച്ച് കണ്ടുപിടിക്കട്ടെ. ഡോക്ടർ സുൽഫി നൂഹ്, ഇപ്പോൾ കൊൽക്കത്തയിൽ കൊല്ലപ്പെട്ട ഡോക്ടർക്ക് നീതി ലഭിക്കുക എന്നൊരാവശ്യമായി ഇപ്പോൾ രാജ്യം മുഴുവൻ പ്രതിഷേധിക്കുകയാണ്. IMA ആ രൂപത്തിൽ പ്രതിഷേധത്തിലേക്ക് പോയി. അത്ര അത്യാവശ്യമല്ലാത്ത ഓപ്പറേഷനുകൾ പോലും മാറ്റിവെച്ചുകൊണ്ടുള്ള
24 മണിക്കൂർ സമരമാണ്. ഇന്ന് 6 മണി മുതൽ നാളെ രാവിലെ 6 മണി വരെ. അപ്പോൾ ആ പ്രതിഷേധം എത്രത്തോളം പിന്തുണ ഏകുന്ന ഒരു പ്രതിഷേധമായി മാറിയിരിക്കുന്നു? എന്താണ് ഇന്നത്തെ ദിവസം IMAക്ക് പറയാനുള്ളത്? നമുക്കറിയാം, നമ്മുടെ അവിടുത്തെ വിദ്യാർത്ഥികളും അവിടുത്തെ ഡോക്ടർമാരും ഒക്കെ പറയുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ കേട്ടതാണ്. ഇത്രയും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിൽ അതിക്രൂരമായ ഒരു മനുഷ്യന് അല്ലെങ്കിൽ മനുഷ്യർക്ക് ചെയ്യാൻ കഴിയുന്ന പ്രവൃത്തിയല്ല അവിടെ നടന്നിട്ടുള്ളതെന്ന് വളരെ വ്യക്തമാണ്. ഇതിപ്പോ ഒരു നിരന്തരം നടക്കുന്ന ആശുപത്രി ആക്രമണങ്ങളുടെ ഒരു ഭാഗമായി മാത്രം ഇതിനെ കാണാൻ കഴിയില്ല. ഒരു വനിതയ്ക്കെതിരെ നടന്നിരിക്കുന്ന അതിക്രൂരമായ ഈ ആക്രമണം കേരളത്തിന്റെ അല്ലെങ്കിൽ ഭാരതത്തിന്റെ മനസാക്ഷിയെ ഞെട്ടിക്കേണ്ടതാണ്. അങ്ങനെ തന്നെയാണ് വ്യാപകമായ പ്രതിഷേധം ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന്റെ നേതൃത്വത്തിൽ നടന്നു വരുന്നത്. അതിന് ലഭിച്ച എന്താ പറയാ ഒരു വളരെ ശക്തമായ പിന്തുണ അറിയിക്കുന്നത് പൊതുസമൂഹം ഈ വിഷയത്തെ എങ്ങനെ കാണുന്നു എന്നുള്ളത് തന്നെയാണ്. ബേസിക്കലി നമുക്ക് പറയാനുള്ളത് ഈ വിഷയത്തില് എല്ലാ പ്രതികളെയും പുറത്തു കൊണ്ടുവരുന്നത് മാത്രമല്ല, പ്രതിക്ക് കൊലക്കയറിൽ കുറഞ്ഞ് മറ്റൊരു ശിക്ഷയും ലഭിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന്റെ ശക്തമായ ആവശ്യം. അതിനുമപ്പുറം മറ്റൊരു വനിതയ്ക്ക് ഇതുപോലൊരു ആക്രമണം ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതും ഏറ്റവും പ്രാധാന്യം അറിയിക്കുന്ന ഒരു കാര്യമാണ്. കേരളത്തിലും ഭാരതത്തിൽ അങ്ങോളം ഇങ്ങോളം ഏതാണ്ട് എല്ലാ ജില്ലകളിലും ശക്തമായ പ്രതിഷേധം. ഇന്ന് തിരുവനന്തപുരത്ത് നടന്ന പ്രതിഷേധത്തിൽ ഏതാണ്ട് രാത്രി തീരുമാനിച്ച പ്രതിഷേധത്തിന് പിറ്റേന്ന് രാവിലെ വന്നുകൂടിയത് ഏതാണ്ട് 1500 ഡോക്ടർമാരാണ്. അതും പ്രത്യേകിച്ച് മൊബിലൈസേഷനോ അല്ലെങ്കിൽ വരണമെന്ന് അഭ്യർത്ഥിക്കുകയോ കൂടാതെ ഭയം അറിഞ്ഞ് ഡോക്ടർമാരും പൊതുജനങ്ങളും ഒക്കെ തന്നെ ഇതിനോടൊപ്പം ചേർന്ന് നിൽക്കുന്നുണ്ടായി. നമുക്കറിയാം, ഡോക്ടർ വന്ദനാദാസിന്റെ മരണം കേരളത്തിലുണ്ടാക്കിയ ആഘാതം അത് ഒന്ന് കെട്ടടങ്ങി വരുമ്പോഴാണ് അടുത്ത ഒരു മരണം നമ്മുടെ സ്ഥലത്തല്ലെങ്കിൽ പോലും മറ്റൊരു സ്ഥലത്ത് നടന്നിട്ടുള്ളത്. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ഈ കാര്യത്തിൽ മുന്നോട്ട് വെച്ചിരിക്കുന്നത് 2019 തന്നെ നമുക്കൊരു കേന്ദ്ര നിയമം വേണം എന്നുള്ള ശക്തമായ ആവശ്യം ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ഉന്നയിച്ചിട്ടുണ്ട്. അത് നടപ്പിലാക്കുക എന്നുള്ളതാണ് ഞങ്ങൾ സർക്കാരിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. നമുക്കറിയാം, ഡോക്ടർ വന്ദനാദാസിന്റെ മരണത്തിന് ശേഷം അതിശക്തമായ ഒരു നിയമം നമുക്ക് കേരളത്തിൽ ലഭിക്കുകയുണ്ടായി. തീർച്ചയായിട്ടും നമ്മൾ സത്യം പോലെ കാണുമ്പോൾ അതിനുശേഷം ആശുപത്രി ആക്രമണങ്ങളുടെ എണ്ണത്തിൽ ഗണ്യമായ കുറവുണ്ടായി എന്നുള്ളതാണ്. ആഴ്ചയിൽ 1 വീതം എന്നായിരുന്നു അതിനു മുമ്പുള്ള കണക്ക്. പക്ഷെ അതിൽ നിന്നും വളരെ ഒരുപക്ഷെ കമ്പാരിറ്റീവ്ലി ഇന്റൻസിറ്റി കുറഞ്ഞ ആക്രമണങ്ങളും മറ്റുമാണ് കേരളത്തിൽ നടന്നിട്ടുള്ളത്. അതുപോലെ അതിശക്തമായ കേരളത്തിലെ ഈ നിയമത്തെ തന്നെ അനുസരിച്ചുകൊണ്ടുള്ള അതിനെ ചുവട് പിടിച്ചുള്ള മറ്റു നിയമം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്നും കേന്ദ്രത്തിലും ഉണ്ടാകണമെന്നുള്ള ശക്തമായ ആവശ്യം പല സംസ്ഥാനങ്ങളും ഉന്നയിച്ചിട്ടുണ്ട്. ഏതാണ്ട് 20-ലേറെ സംസ്ഥാനങ്ങളിൽ നിയമമുണ്ടെങ്കിൽ പോലും അത് പല സംസ്ഥാനങ്ങളിലും വളരെ വീക്കാണ്, ചില സംസ്ഥാനങ്ങൾ വളരെ ശക്തമാണ്. അതിനെല്ലാം ക്രോഡീകരിച്ചുകൊണ്ട് കേന്ദ്ര നിയമം ഉണ്ടാകുക എന്നുള്ളത് ഞങ്ങളുടെ ശക്തമായ ആവശ്യമാണ്. അത് മാത്രം പോരാ, രണ്ടാമത് നമുക്ക് ആശുപത്രികളെ ഒരു പ്രൊട്ടക്റ്റഡ് സോൺ ആയിട്ട് പ്രഖ്യാപിക്കണം. അതും ഞങ്ങൾ നിരന്തരം ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ്. എയർപോർട്ടിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സുരക്ഷിത സ്ഥലത്തോ ഒക്കെ തന്നെ അത്തരം ഒരു കാര്യം വേണം. നമ്മൾ ചികിത്സിക്കുന്നത്, ഈ ഡോക്ടർമാർ എപ്പോഴും ചികിത്സിക്കുന്നത് സാധാരണക്കാരെ, എല്ലാവരും നോർമലായ വ്യക്തികളല്ല. അതിനകത്ത് ക്രിമിനലുകൾ ഉണ്ടാകാം, ഡ്രഗ് അഡിക്ട്സ് ഉണ്ടാകാം, അല്ലെങ്കിൽ മാനസിക രോഗികൾ ഉണ്ടാകാം, അല്ലെങ്കിൽ പലതരത്തിലുള്ള പലതരത്തിലുള്ള ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ആൾക്കാരുണ്ടാകാം. അവരെയും ഒരേപോലെ അവർക്ക് ഒരു വ്യത്യാസമായ ചികിത്സ നൽകാനുള്ള, അവരെയും കൃത്യമായ ചികിത്സ നൽകുക ഞങ്ങളുടെ ഉത്തരവാദിത്വമാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ എപ്പോഴും ഒരു ഹൈ റിസ്ക് ഗ്രൂപ്പിലാണ്. ഹൈ റിസ്ക് ഗ്രൂപ്പിലായ ഇവർക്ക് കൃത്യമായ സംരക്ഷണം നൽകേണ്ടത് പൊതുസമൂഹത്തിന്റെ, സർക്കാരിന്റെ ഒക്കെ തന്നെ ബാധ്യതയാണ്. അത് തീർച്ചയായിട്ടും ഉണ്ടാവണം. ഡോക്ടർ സുൽഫി, ഇപ്പോൾ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ഇന്നിപ്പോൾ വൈകിട്ട് അറിയിച്ചിരിക്കുന്നത് ഡോക്ടർമാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ നിർദ്ദേശങ്ങൾ സ്വീകരിക്കാൻ കമ്മിറ്റി ഉണ്ടാക്കുമെന്നുള്ളതാണ്. അപ്പോൾ നിലവിൽ നിർദ്ദേശങ്ങളുടെ അപര്യാപ്തതയായിരുന്നു? അബ്സല്യൂട്ട്ലി അല്ല. അത് ആ കാര്യത്തിൽ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. ആ ഒരു നിർദ്ദേശത്തെക്കുറിച്ച് കൂടുതൽ വിവരശേഖരണം അല്ലെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ അറിയാനുണ്ട് എന്നാണ് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ വ്യക്തമാക്കിയിരിക്കുന്നത്. അതിന് കാരണം ഇത് നമുക്കൊരു കേന്ദ്ര നിയമം വേണമെന്നും അത് ഏത് തരത്തിലായിരിക്കണം എന്നും ഉള്ള ചുവടുവയ്പ് എന്നുള്ള നിർദ്ദേശം 2019 തന്നെ നമ്മൾ സർക്കാരിന്റെ മുന്നിലേക്ക് കൊണ്ടുവരികയും അത് പാർലമെന്റിൽ അവതരിപ്പിക്കപ്പെടുകയും പിന്നീട് അത് പിൻവലിക്കുകയും ചെയ്യുണ്ടായ സാഹചര്യം ഉണ്ടായി. അത് നമുക്കറിയാം, നമ്മുടെ പാൻഡമിക്കിന്റെ സമയത്ത്, കോവിഡിന്റെ സമയത്ത് അത്തരം ഒരു നിയമം താൽക്കാലികമായിട്ടെങ്കിലും ഉണ്ടായിരുന്നു. അതിനെ ചുവട് പിടിച്ചുകൊണ്ടുള്ള അതിശക്തമായ ഒരു നിയമം ഉണ്ടാകണം എന്നാണ് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അത് പാർലമെന്റിന്റെ ഫ്ലോറിൽ ഉണ്ടായിരുന്നതാണ്. പക്ഷെ അത് നിർഭാഗ്യവശാൽ അത് പാസ്സാകാതെ പോയി. അത്തരം ഒരു നിയമം വേണം. അതാണ് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന്റെ ആദ്യത്തെ ആവശ്യം. രണ്ടാമത്, തീർച്ചയായിട്ടും ചർച്ചകൾ നല്ലതാണ്. എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സുമായിട്ട് ചർച്ചകൾ നടത്തണം. ആശുപത്രികളെ സ്പെഷ്യൽ പ്രൊട്ടക്റ്റഡ് സോണുകളായിട്ട് ആക്കി മാറ്റുവാനുള്ള തീരുമാനങ്ങളും നിർദ്ദേശങ്ങളും അതിന്റെ നിർദ്ദേശങ്ങളും മാത്രം പോരാ, അത് പേപ്പറിൽ മാത്രം ആയാൽ പോരാ, അത് പരിപൂർണമായി നടപ്പിലാക്കുന്ന രീതിയിലേക്ക് കൊണ്ടുപോകണം. മൂന്നാമതൊരു ആവശ്യം ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ഈ കാര്യത്തിൽ കാണുന്നത്, ഒരുപക്ഷെ നമുക്കറിയാം, ആശുപത്രിയിൽ മതിയായ സംരക്ഷണം നൽകാൻ കഴിയാത്ത മെഡിക്കൽ കോളേജുകളും മറ്റ് ആശുപത്രികളുടെയും അംഗീകാരം, അല്ലെങ്കിൽ നമുക്കറിയാം മെഡിക്കൽ കോളേജുകളിലെ ഇൻസ്പെക്ഷനുകൾ നടത്തിയിട്ട്
പലപ്പോഴും അവർക്ക് വേണ്ട ഫാക്കൽറ്റി ഇല്ല, അല്ലെങ്കിൽ ലാബുകളില്ല എന്നൊക്കെ പറഞ്ഞ് നമുക്ക് അവരുടെ അംഗീകാരം ക്യാൻസൽ ചെയ്യുന്നത് പോലെ തന്നെ ഈ ക്രൈറ്റീരിയാസ്, ഡോക്ടർമാർക്ക് ഡ്യൂട്ടി റൂമുകളുണ്ടോ, PG വിദ്യാർത്ഥികൾക്ക് കിടന്നുറങ്ങാൻ സ്ഥലമുണ്ടോ, അല്ലെങ്കിൽ വിദ്യാർത്ഥിനികൾക്ക് അഡിക്വേറ്റ് ആയിട്ടുള്ള ക്യാമറ മറ്റ് പ്രൊട്ടക്ഷൻ ഉണ്ടോ, CCTV ക്യാമറകളുണ്ടോ, തുടങ്ങിയ എല്ലാ സംവിധാനങ്ങളും ഉൾപ്പെടുന്ന ക്രൈറ്റീരിയയും കൂടെ മെഡിക്കൽ കൗൺസിൽ അല്ലെങ്കിൽ നാഷണൽ മെഡിക്കൽ കമ്മീഷനിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം അത്തരം ക്രൈറ്റീരിയ പാലിക്കാത്ത ആശുപത്രികളുടെ, മെഡിക്കൽ കോളേജുകളുടെ അംഗീകാരം റദ്ദാക്കുകയോ അവർക്ക് ഗുരുതരമായ വളരെ ഉയർന്ന ഫൈനുകൾ ചാർത്തുകയും ചെയ്യുന്ന കർശനമായ നടപടികൾ സ്വീകരിക്കുവാനുള്ള അധികാരം കൂടി മെഡിക്കൽ കമ്മീഷൻ അല്ലെങ്കിൽ മെഡിക്കൽ കമ്മീഷൻ ഉണ്ടാകണം. അത്തരം ഒരു കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ഒരു പാക്കേജ് വേണം. ഒറ്റ കാര്യം കൊണ്ട് തീരുമാനിക്കാൻ കഴിയില്ല. നിയമം വേണം. ആശുപത്രി സംരക്ഷണ ആശുപത്രികളെ സോഫ്റ്റ് സോണുകളായിട്ട് പ്രഖ്യാപിക്കണം. അതോടൊപ്പം ഇത്തരം കാര്യങ്ങളിൽ വീഴ്ച വരുത്തുന്ന ആശുപത്രികളുടെ അംഗീകാരം അല്ലെങ്കിൽ മെഡിക്കൽ കോളേജുകളുടെ അംഗീകാരമെങ്കിലും പെരിഫറിയിലേക്ക് പോയാൽ അതും കഷ്ടമാണ്. അപ്പൊ ചെറിയ ആശുപത്രികളിൽ ഇതിനേക്കാൾ മോശമായ അന്തരീക്ഷമാണ് ഉണ്ടായിട്ടുള്ളത്. അവിടെയും CCTV ക്യാമറകൾ ഉൾപ്പെടെ, സെക്യൂരിറ്റി സ്റ്റാഫ് പാറ്റേൺ ഉൾപ്പെടെ മറ്റ് സംരക്ഷണങ്ങൾ ഉണ്ടാവുകയും ഡോക്ടർമാർക്ക് സുരക്ഷിതമായി അല്പം റെസ്റ്റ് എടുക്കുവാനുള്ള അന്തരീക്ഷമെല്ലാം സൃഷ്ടിക്കുകയും ചെയ്യുന്ന സാഹചര്യം ഭാരതത്തിലുടനീളം ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ്. അത് പറയാൻ കാരണമുണ്ട്. നമുക്ക് ആശുപത്രികൾ അറിയാം, മറ്റ് എല്ലാ യുദ്ധകാലങ്ങളിൽ പോലും ആശുപത്രികൾ ആക്രമിക്കപ്പെടില്ല, ആശുപത്രികൾ മാറ്റി നിർത്തുന്ന ഒരു സംവിധാനമാണ് ലോകത്ത് എല്ലായിടത്തുമുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ആശുപത്രികളിൽ ഒരു ആക്രമണം ഉണ്ടാകുന്നത് രോഗികളെ ഒരു മനസാന്നിധ്യത്തോടെ ചികിത്സിക്കുവാനും അവർക്ക് വേണ്ട ശുശ്രൂഷ നൽകുവാനുമുള്ള ഒരു അന്തരീക്ഷം ഇല്ലാതാക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇത് രോഗികൾക്കും കൂടി വേണ്ടി, അവർക്ക് അവരുടെ ഈ ആശുപത്രിയിൽ ആശ്രയിക്കുന്നവർക്കും കൂടി വേണ്ടിയിട്ടുള്ള ഒരു പ്രക്രിയയായിട്ട് വേണം നമുക്ക് ഇതിനെ കാണുവാൻ. ഡോക്ടർ സ്വാലിഹ് ഷംസുദ്ദീൻ, ഇനി നിങ്ങളുടെ പ്രതിഷേധത്തിന്റെ സ്വഭാവം എങ്ങനെയാണ്? ഇപ്പോൾ ആശുപത്രിക്ക് പുറത്ത് മണിക്കൂറുകളോളം അവിടെ കുത്തിയിരുന്നുള്ള പ്രതിഷേധം തുടരുകയാണ്. രാജ്യമാകെ പ്രതിഷേധത്തിലാണ്. കൊൽക്കത്തയിൽ അല്ലാതെയും പ്രതിഷേധ പ്രകടനങ്ങളൊക്കെ നടക്കുന്നു. ഇപ്പോൾ ആർജിക്കർ മെഡിക്കൽ കോളേജിലെ മുഴുവൻ വിദ്യാർത്ഥികളെയും പ്രതിഷേധം ഇനി ഏത് രൂപത്തിലേക്കാണ് കടക്കുക? ഞങ്ങൾ പൂർണ്ണമായിട്ടും ഇവരെ ക്യാപ്ചർ ചെയ്യുന്നത് വരെയും പിന്നെ ഞങ്ങളുടെ പ്രൊട്ടസ്റ്റ് തുടർന്നു കൊണ്ടേയിരിക്കും. ഞങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറുന്നത് വരെയും നീതി ലഭിക്കുന്നത് വരെയും ഞങ്ങൾ പ്രതിഷേധിക്കുക തന്നെ ചെയ്യും. ഇപ്പോൾ ഈ സംശയത്തിന്റെ കാര്യം ഇപ്പോൾ മാതാപിതാക്കൾ പറയുന്നു. നിങ്ങളെ സംബന്ധിച്ച് ആശുപത്രി സുരക്ഷിതമല്ലാത്തൊരു സാഹചര്യത്തിലാണ് നിൽക്കുന്നത് എന്നുള്ള തോന്നലുണ്ടോ? ഇതിനു മുമ്പ് ഇത്തരം സമാനമായ ഈ രൂപത്തിലല്ലെങ്കിൽ കൂടി സമാനമായ എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? അവിടേക്ക് ഈ തരത്തിൽ അക്രമികൾ വരികയും സ്ത്രീകളോട് മോശമായി പെരുമാറുകയും ചെയ്യുന്ന രൂപത്തിലുള്ള സംഭവങ്ങൾ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ടോ? തീർച്ചയായും ഉണ്ടായിട്ടുണ്ട്. നമ്മളുടെ കൊളീഗ്സിനെല്ലാം ഇതുപോലെ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോഴൊക്കെ ഞങ്ങൾ പറഞ്ഞു കൂടുതൽ സെക്യൂരിറ്റിനെ വിന്യസിപ്പിക്കണമെന്നും അങ്ങനെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്നേരം CCTV ക്യാമറ ഇൻസ്റ്റാളേഷന് അതിനെക്കുറിച്ചൊക്കെ ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ തന്നെ. പ്രത്യേകിച്ച് ഞങ്ങൾ സംസാരിക്കുന്നത് ഈ റെസ്റ്റിംഗ് റൂം ഞങ്ങൾക്ക് വേണം. ഡ്യൂട്ടി എടുക്കുന്നതിന്റെ ഇടയിൽ വിശ്രമിക്കാൻ വേണ്ടിയിട്ട് അറ്റ്ലീസ്റ്റ് ഒരു 2 hours എങ്കിലും വിശ്രമിക്കാൻ സമയം കിട്ടുള്ളൂ. ആ ഒരു സമയത്ത് റെസ്റ്റ് റൂം വേണം എന്നൊക്കെ ഞങ്ങൾ പറയാറുണ്ടായിരുന്നു. പക്ഷെ അധികൃതർ അതിന് തയ്യാറായിട്ടുണ്ടായിരുന്നില്ല. ഈ സെമിനാർ ഹാളിൽ എങ്ങനെയാണ് ഈ വനിതാ ഡോക്ടർ ഒറ്റയ്ക്കായി പോയത്? ആക്ച്വലി അന്ന് സാധാരണ രീതിയിൽ നൈറ്റ് ഡ്യൂട്ടി എടുത്ത് അന്നൊരു സ്ലീപ്പ് സ്റ്റഡി ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആ സ്ലീപ്പ് സ്റ്റഡി കഴിഞ്ഞിട്ട് പേഷ്യന്റിനെ ഒബ്സർവ് ചെയ്തിട്ട് അങ്ങോട്ട് പോയി സാധാരണ രീതിയിൽ സെമിനാർ റൂമിലാണ് റെസ്റ്റ് എടുക്കുക എല്ലാവരും. അതേപോലെ റെസ്റ്റ് എടുക്കുമായിരുന്നു. അന്നേരമാണ് ഇങ്ങനെ സംഭവങ്ങൾ ഉണ്ടായത്. അന്നേരം അവിടെ വേറെ ആരും ഉണ്ടായിരുന്നില്ല. ഈ അവിടെ നിന്ന് ഒച്ചയിട്ടാൽ പോലും എങ്ങോട്ടും കേൾക്കില്ല, അങ്ങനെയാണോ അതിനൊരു സംവിധാനം? അതായത് ബാക്കി മുറികളിൽ നിന്നും ഒരുപാട് അകലെയായിട്ടാണോ ഈ സെമിനാർ ഹാൾ? അതെ, ഇത് ഒരു വളരെ വളരെ സെക്യൂർഡ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. അത് സെമിനാർ ഹാൾ അത്യാവശ്യം വലിപ്പമുണ്ട്. അതിന്റെ ഏറ്റവും ഒരു കോർണറിലാണ് ബെഡ് ഉള്ളത്. സെമിനാർ ഹാൾ അടച്ചു കഴിഞ്ഞാൽ സെമിനാർ ഹാളിന്റെ ഉള്ളിൽ എന്തെങ്കിലും ശബ്ദം ഉണ്ടെങ്കിൽ കേൾക്കാൻ കഴിയില്ല. അപ്പോ ഇതിനകത്ത് നേരത്തെ തന്നെ ഒരാൾ കയറി ഇരുന്നിരിക്കാമെന്നാണോ സംശയിക്കുന്നത്? സ്റ്റേഷനുണ്ട്, പക്ഷെ ആരും ഒന്നും കേട്ടില്ല. അതെ, അറ്റ്ലീസ്റ്റ് ഒരു 2 persons ഇൻവോൾവ് ആയിരിക്കണം. ഇതിനു മുമ്പുണ്ടായ സംഭവങ്ങളിൽ ഒരു തരത്തിലും ആശുപത്രി നടപടിയെടുത്തില്ല. പരാതികൾക്കൊക്കെ എന്തായിരുന്നു മറുപടി? അന്നേരം അതിനകത്ത് ഇൻവോൾവ് ആയിട്ടുള്ള ആളുകളെ പിടിച്ച് പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാറുണ്ടായിരുന്നു. അതിവിടെ ക്രിട്ടിക്കൽ കെയർ ആസ് യൂഷ്വൽ എല്ലായിടത്തും നടക്കുന്നത് പോലെ തന്നെ ക്രിട്ടിക്കൽ കെയറിന്റെ മുന്നിൽ പ്രതിഷേധങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാക്കുമല്ലോ.
അന്നേരം അവിടെയുള്ള സെക്യൂരിറ്റി പേഴ്സണൽസും അവിടുത്തെ പോലീസും അന്നേരം പിടിച്ചു കൊണ്ടുപോകും. പിന്നീട് അതിനുശേഷം വേറെ ഒന്നും ഉണ്ടാവില്ല. അതിങ്ങനെ തുടർന്ന് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഒരു സേഫ് ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റൽ സോൺ ഒരു സേഫ് സോൺ ആണെന്ന് നമുക്ക് ആർക്കും തോന്നാറില്ല. എപ്പോഴും അങ്ങനെ തന്നെയാണ്. ഈ ആശുപത്രി വളപ്പിലേക്ക് ആർക്കും കയറാമെന്നുള്ളതാണ് അവിടെ സോൺ ഉണ്ട്. അതേപോലെ നമ്മൾക്ക് പറയാൻ പറ്റില്ല ഹോസ്പിറ്റലിൽ. അല്ല, അവിടെ സുരക്ഷയ്ക്ക് സെക്യൂരിറ്റി ഗാർഡ് ഒന്നും ഇല്ല എന്നാണോ? അല്ല, സെക്യൂരിറ്റി ഗാർഡ് ഉണ്ട്. പക്ഷെ ഈ രാത്രികളിലൊന്നും അവിടെ പൂർണ്ണമായിട്ടും ഓരോ ഫ്ലോറിലേക്കും സെക്യൂരിറ്റി ഗാർഡ് അങ്ങനെയൊന്നുമില്ല. അതേപോലെ തന്നെ CCTV ക്യാമറാസും ഇല്ല അവിടെ ഒന്നും. ശരി, ഈ മുമ്പത്തെ സംഭവങ്ങൾക്ക് ശേഷവും അവിടെ സുരക്ഷ കൂട്ടാനുള്ള നടപടികൾ ഉണ്ടായിട്ടില്ല. പ്രതികളെ അറസ്റ്റ് ചെയ്യുക മാത്രമാണ് ഉണ്ടായിട്ടുള്ളത്, അല്ലേ? അത്രേ ഉള്ളൂ. പിന്നീട് അതിനുശേഷം അവിടെ സെക്യൂരിറ്റി കൂട്ടാനോ അതിന് CCTV ക്യാമറ ഇൻസ്റ്റാളേഷനോ അതിന്റെ കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല. ശരി, ഡോക്ടർ നാദിയ, ഇതിപ്പോൾ തൃണമൂൽ സർക്കാരിനെതിരായൊരു വിഷയം എന്ന നിലയ്ക്കായിരിക്കില്ലല്ലോ നിങ്ങൾ സ്വാഭാവികമായും കാണുക. ആ രൂപത്തിൽ മറ്റ് ചില രാഷ്ട്രീയ പാർട്ടികൾ സ്വാഭാവികമാണത് എതിർ രാഷ്ട്രീയ പാർട്ടികൾക്ക് അതൊരു അടിക്കാനുള്ള വടിയായി മാറിയിരിക്കുന്നു. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ സുരക്ഷയാണ് പ്രധാനം. ഇനി അങ്ങോട്ടുള്ള പ്രതിഷേധത്തിൻ്റെ സ്വഭാവം എങ്ങനെയായിരിക്കും ഡോക്ടർ നാദിയ? ഇപ്പോൾ കേരളത്തിൽ അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കാൻ എന്താണ് നിങ്ങൾ ആവശ്യപ്പെടുന്നത് സർക്കാരിനോട്? തീർച്ചയായിട്ടും ഇതിൽ രാഷ്ട്രീയം കലർത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതിന് മുന്നേ ഒറ്റ കാര്യം പറയാം. ഇപ്പം നമ്മുടെ സ്റ്റേറ്റിൽ എന്തുകൊണ്ട് അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും ഈ സമരത്തിൻ്റെ ഒരു സ്വഭാവം എന്ന് ചോദിച്ചു. അന്ന് ഡോക്ടർ വന്ദനാദാസ് മരണപ്പെട്ടതിന് ശേഷം ഞങ്ങളും ഇത്തരം നിർദ്ദേശങ്ങൾ വെച്ചു. ഞങ്ങൾക്ക് ഇത്ര കാര്യങ്ങൾ നേടിത്തരണം, അല്ലെങ്കിൽ ഇത്ര കാര്യങ്ങൾ ഉറപ്പുവരുത്തണമെന്ന്. അതിനുശേഷം ഞാൻ പത്രത്തിൽ കണ്ടൊരു കട്ടിങ് ഞാൻ അന്ന് ഫോട്ടോ എടുത്ത് വെച്ചതാണ്. ശരിക്കും ഈ ഒരു സിറ്റുവേഷനിലാണ് ഇത് വായിക്കേണ്ടത്. അതായത് കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ഡോക്ടർ വന്ദനാദാസ് അക്രമിയുടെ കുത്തേറ്റ് മരിച്ചതിന് പിന്നാലെയാണ് ആശുപത്രികളിൽ പോലീസിന്റെ സുരക്ഷ ഏർപ്പെടുത്തണമെന്ന് പ്രഖ്യാപിക്കുകയുണ്ടായത്. ഇതിനായി 224 പേരുടെ സ്ഥിര ഡെപ്യൂട്ടേഷൻ തസ്തിക സൃഷ്ടിക്കണമെന്നാവശ്യപ്പെട്ട് പോലീസ് മേധാവി കഴിഞ്ഞ ജൂണിൽ നൽകിയ ശുപാർശ ആഭ്യന്തര വകുപ്പ് തന്നെ വെട്ടി. അപ്പം നമ്മളോട് ഇനിയും നിർദ്ദേശം തരാൻ പറയുന്ന ഒരു ഗവൺമെൻറ്റിനോട് എനിക്ക് ചോദിക്കാൻ ഒറ്റ കാര്യമേ ഉള്ളൂ. ഞങ്ങളൊരു N നമ്പർ ഓഫ് നിർദ്ദേശങ്ങൾ തരും. ഞങ്ങൾ ഇനി നിർദ്ദേശങ്ങൾ തരാൻ ഉദ്ദേശിക്കുന്നില്ല, അല്ലെങ്കിൽ ആഗ്രഹപ്പെടുന്നില്ല. കാരണം ഞങ്ങൾ തന്ന ഈ നിർദ്ദേശങ്ങൾക്കെങ്കിലും ഒരു കറക്റ്റ് ഇംപ്ലിമെൻറ്റേഷൻ വേണം. കാരണം ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ ഞങ്ങളെ കൊണ്ട് കുറച്ച് കാര്യങ്ങൾ പറയിപ്പിച്ച് ഞങ്ങളെ സമാധാനപ്പെടുത്താൻ താല്പര്യപ്പെടുന്നതിന് പിന്നാലെ ഈ ഒരു കാര്യങ്ങൾ നിങ്ങളെത്ര കറക്റ്റായിട്ടൊന്ന് ലീഗലൈസ് ചെയ്ത്, അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള ഒരു നിയമമെങ്കിലും കൃത്യമായി എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യാം എന്നതിനെ പറ്റി മാത്രം നിങ്ങൾ ആലോചിച്ച് അതെങ്കിലും പ്രോപ്പറായി തരണമെന്ന് മാത്രമേ യാചിക്കുന്നുള്ളൂ. കാരണം ഇവിടെ നമ്മൾ പറഞ്ഞതാണ് ഈ സുരക്ഷയ്ക്ക് വേണ്ടി 8 പോസ്റ്റിനുള്ള പോലീസുകാരെ നിയമിക്കണം, അല്ലെങ്കിൽ ക്യാമറ നിയമിക്കണം, നമുക്ക് സുരക്ഷിതമായ ഒരു സേഫ് സോൺ. അന്ന് വന്ദനാദാസ് ഇറങ്ങി വന്ന സ്ഥലത്തിൻ്റെ അല്ലെങ്കിൽ ആ ഒരു ഏരിയ ഒരു പ്രൊട്ടക്റ്റഡ് ഏരിയ അല്ലാത്തത് കൊണ്ടാണ് പുള്ളിക്കാർത്തിക്ക് അത് സംഭവിച്ചത്. അതുപോലെ ഞങ്ങളൊരു പ്രൊട്ടക്റ്റഡ് ഏരിയ വേണം, നമ്മൾക്ക് നൈറ്റ് ഡ്യൂട്ടി എടുക്കുമ്പം കൃത്യമായ സേഫ്റ്റി വേണം, 8 പോലീസ് വേണം എന്ന് പറയുമ്പോൾ ആഭ്യന്തര വകുപ്പ് തന്നെ അത് തള്ളിയൊരവസ്ഥ പിന്നീട് നമ്മൾ കണ്ടു. അപ്പോൾ ഒരു പ്രശ്നം വരുമ്പോൾ ആ പ്രശ്നത്തിൻ്റെ ഒരു ആഘാതം കെട്ടടയ്ക്കാൻ വേണ്ടി മാത്രം നമുക്ക് കുറച്ച് പൊള്ളയായ കള്ളത്തരങ്ങൾ മാത്രമായിട്ടുള്ള കുറച്ച് നിയമങ്ങൾ തരാതെ നമ്മുടെ സുരക്ഷയ്ക്ക് ഉറപ്പുവരുത്തി ഉറപ്പുള്ള വാഗ്ദാനങ്ങൾ മാത്രം മതി എന്നുള്ളതാണ്. തീർച്ചയായും അതാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ഇപ്പോൾ ഡോക്ടർമാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ നിർദ്ദേശങ്ങളാണല്ലോ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഡോക്ടർ സുൽഫി, ഇപ്പോൾ IMA പ്രധാനമന്ത്രിയുടെ ഇടപെടൽ ആവശ്യപ്പെട്ട് കത്തയച്ചു എന്നുള്ളൊരു വിവരം ലഭിക്കുന്നു. എന്താണ് ഈ കാര്യത്തിൽ പറയാനുള്ളത്? ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷനെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യത്തിൽ പരിപൂർണമായിട്ടുള്ള ഒരു സുരക്ഷിത അവസ്ഥ സൃഷ്ടിക്കുന്നത് വരെ ഇത്തരം കാര്യത്തിലുള്ള ശക്തമായ പ്രതിഷേധ രീതികൾ, പലതരത്തിലായിട്ടുള്ള പ്രതിഷേധ രീതികളും ഗവൺമെന്റുമായിട്ടുള്ള നിരന്തരം ചർച്ചകളും ഒക്കെ തന്നെ നടത്തുവാനാണ് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന്റെ ദേശീയ നേതൃത്വം തീരുമാനിച്ചിട്ടുള്ള നയം. കഴിഞ്ഞ ദിവസം ആരോഗ്യവകുപ്പ് മന്ത്രി, കേന്ദ്ര ആരോഗ്യ വകുപ്പ് മന്ത്രിയുമായിട്ടും മറ്റ് പ്രധാനപ്പെട്ട വ്യക്തികളുമായിട്ടൊക്കെ തന്നെ ചർച്ച നടത്തിയിരുന്നു. ആ കാര്യവുമായിട്ട് അനുബന്ധമായിട്ട് അനുഭാവപൂർവമായ നടപടി ഉണ്ടാവുകയും ഒരു കേന്ദ്ര ശക്തമായ ഒരു നിയമം വരികയും ചെയ്യുക എന്നുള്ളത് പ്രാഥമികമായ ആവശ്യമാണ്. അതുകൊണ്ടെല്ലാം തീരുമെന്നല്ല, പക്ഷെ തീർച്ചയായിട്ടും ആ ഒരു നിയമം നിലവിലുണ്ടെങ്കിൽ മാത്രമേ അതിനെ പിന്തുടർന്നുകൊണ്ട് മറ്റു കാര്യങ്ങൾ നമുക്ക് ചെയ്യുവാൻ കഴിയുള്ളൂ. നമുക്കറിയാം, ഈ തൊട്ടു മുമ്പ് ഡോക്ടർ നാദിയ പറഞ്ഞതുപോലെ കേരളത്തിൽ പോലും
തീർച്ചയായും നിർദ്ദേശങ്ങളുടെ കുറവില്ല, നിർദ്ദേശങ്ങൾ ഒരുപാട് സമർപ്പിക്കപ്പെട്ടു എന്നുള്ളതാണ് ഡോക്ടർ നാദിയ പറയുന്നത്. ഏതായാലും സർക്കാർ ഇപ്പോൾ കൊൽക്കത്തയുടെ പശ്ചാത്തലത്തിൽ കേരളത്തിൽ കൂടി ഒന്നുകൂടി ഗൗരവത്തിൽ ഈ വിഷയം എടുക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. വളരെ നന്ദി ഡോക്ടർ സുൽഫീനു, ഡോക്ടർ സ്വാലി ഷംസുദ്ദീൻ, ഡോക്ടർ ഉണ്ണി ആർ പിള്ള, ഡോക്ടർ നാദിയ ചർച്ചയിൽ പങ്കെടുത്തതിനൊപ്പം ജയപ്രകാശ് മജുംദാർ, തൃണമൂൽ കോൺഗ്രസ് ബംഗാൾ വൈസ് പ്രസിഡന്റ്.